ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീണ്ടും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് ദിവസം മുൻപ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വിമൻസ് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽ നടന്ന പ്രോഗ്രാമിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ആദ്യമായിട്ടാണ് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽ ഇങ്ങനൊരു വിമൻസ് ഡേ സെലിബ്രേഷനൊക്കെ നടത്തുന്നത്. അതുമാത്രമല്ല, ഇതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തത് നമ്മുടെ എന്താ പറയുക, ആണുങ്ങൾ തന്നെയാണ് കേട്ടോ. അവർ രാവിലെ തന്നെ വിളംബര യാത്ര നടത്തി. അതുപോലെ ഉച്ചയ്ക്ക് ബിരിയാണി ചലഞ്ച് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതായത് നമ്മൾ സ്ത്രീകളന്ന് അടുക്കളയിൽ ആരും കയറണ്ട എന്ന ഉദ്ദേശത്തിൽ അവർ നടത്തിയൊരു പ്രോഗ്രാമായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിജയിക്കുകയും ചെയ്തു കേട്ടോ. ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു റെസിഡൻസിലെ ഒരുവിധപ്പെട്ട പെണ്ണുങ്ങളെല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതുകൂടാതെ നമ്മുടെ സീനിയർ സിറ്റിസൺസിന് അവരുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനായിട്ട്, അതെപ്പോഴും അതെ, ന്യൂ ഇയർ ആയാലും എന്തൊരു പ്രോഗ്രാം, ഓണം ആണെങ്കിലും എന്തൊരു പ്രോഗ്രാമിലും അവർക്ക് അവരുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് പറ്റാറുണ്ട് കേട്ടോ ഇവിടെ. അത് തന്നെ എനിക്ക് ഇവിടുത്തെ റെസിഡൻസിന് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൂടാതെ പാട്ട് പാടാൻ കഴിവുള്ള ആർക്ക് വേണമെങ്കിലും സ്റ്റേജിൽ കയറി പാട്ട് പാടാം. നമ്മുടെ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരുന്നു. ഇപ്പോഴത്തെ പ്രധാന വിഷയം ബഹുമാനപ്പെട്ട കൗൺസിലർ പറഞ്ഞ, ഇത്രയും നാൾ നമ്മളെല്ലാവരും വിചാരിച്ചു വെച്ചിരുന്നത് ഇതെല്ലാം അങ്ങ് ദൂരെ നടക്കുന്നു, നമുക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നത് ഇതൊക്കെ അങ്ങ് ദൂരെ നടന്നു, അച്ഛൻ്റെ തല്ലിപ്പൊളിക്കുന്നതും കൊല്ലുന്നതും. ഒരുപക്ഷെ നമ്മുടെ ശ്രദ്ധയിലൊന്നും പെടാത്ത അങ്ങനത്തെ സംഭവങ്ങൾ നമുക്കിടയിൽ വളരെ അടുത്ത് നടക്കുന്നുണ്ട്. നടന്നു എന്ന് തന്നെ പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തി. നമ്മുടെ തൊട്ടടുത്ത് തന്നെ അങ്ങനെയുള്ള വിഷയങ്ങൾ പലരും നടക്കുന്നുണ്ട്. ഇതൊന്നും പുറത്തു വരുന്നില്ല. ഒരു പക്ഷേ അത് ഒരു വിവാദമായിട്ട് വരികയാണെങ്കിൽ പലരും അറിയാം അതെങ്ങനെയാണെന്നുള്ളതും തെളിഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നെ പോകണം. അതിനുള്ള പ്രധാന കാരണമായിട്ട് നമ്മുടെ ഭാരവാഹികളുടെ ചർച്ചയിലും ഒക്കെ ഞങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് രാമകൃഷ്ണ സാറായിട്ടും ബോസ് സാറായിട്ടും ഒക്കെ ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വിഷയം, അധ്യാപകർക്ക് വടി കൊടുത്താൽ നല്ലൊരു തലമുറയെ സൃഷ്ടിക്കും. അപ്പൊ അധ്യാപകർക്ക് വടി കൊടുത്താൽ നല്ല തലമുറയെ സൃഷ്ടിക്കാനായിട്ടൊന്നും അധ്യാപകർക്ക് അടിച്ച് ഒരിക്കലും സാധിക്കുന്നുള്ള കണ്ടീഷനല്ല. നമ്മൾ പലരും പറയാറുണ്ട്, പോലീസ് എന്ന് അടി നടത്തിയോ അന്നാണ് ഈ വിപത്തുകൾ തുടങ്ങിയത്. ഇതിലെല്ലാം ഒരു പരിധി വരെ മാത്രമേ വാസ്തവമുള്ളൂ. നമ്മുടെ മൊബൈലിന്റെ ഉപയോഗം ഒരു പരിധി വരെ ഇതിനൊരു കാരണമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം എനിക്കിപ്പം ഒരു 55 വയസ്സായി. അതിനുശേഷം ഒരു 10 വർഷം കഴിഞ്ഞുള്ള തലമുറകൾ വന്നു തുടങ്ങിയത് പഠിക്കുക, നല്ല മാർഗം വായിക്കുക, എഞ്ചിനീയർ ആവുക, ഡോക്ടർ ആവുക, അങ്ങനെ ഒറ്റ ലക്ഷ്യത്തിൽ മാതാപിതാക്കൾ കുട്ടികളെ വളർത്താറുണ്ട്. ഇവർക്ക് സ്പോർട്സുമായിട്ടോ മറ്റ് കളികളുമായിട്ടോ തൊട്ടടുത്ത അയൽക്കാരുമായിട്ടുള്ള സൗഹൃദമോ ഒന്നും ഇല്ലാതെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മൊബൈൽ എന്നുള്ള ഒരു സാധനം കൂടെ വന്നതോടുകൂടി പരിസരവുമായിട്ട് ഒരു ബന്ധവുമില്ല, കളികളില്ല. എന്തൊക്കെ പരിപാടി നടത്തിയാലും ഇപ്പം എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സംസാരിക്കാനുണ്ടാവുക ലഹരി എന്ന് പറയുന്ന ഒരു വിപത്തിനെ കുറിച്ച് തന്നെയാണ്. ഇന്നത്തെ കുട്ടികൾ എന്താ പറയുക, പറഞ്ഞ പോലെ എല്ലാവരും മൊബൈലിന് അഡിക്റ്റഡ് ആണ്.
അതുപോലെ തന്നെ പണ്ട് നമ്മൾ പാടത്തും പറമ്പിലൊക്കെ ഓടിക്കളിച്ചിരുന്ന പോലെയൊന്നല്ല ഇന്നത്തെ കുട്ടികൾ. അവരെല്ലാം ഒരുപാട് എന്താ പറയുക, ശാസ്ത്രത്തിന്റെ വളർച്ച മൂലം അവരും ഒരുപാട് മാറിയിരിക്കുന്നു. പരസ്പര സ്നേഹമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്നത്തെ ജനറേഷനിൽ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മോള് വളർന്നു വന്ന് അവളെ സ്കൂളിലേക്ക് വിടേണ്ട ഒരു സമയമൊക്കെ ആകുമ്പോൾ എന്തായി തീരും എന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴേ സത്യം പറഞ്ഞാൽ ഉണ്ട്. അതൊക്കെ നമുക്ക് വിടാം. അതൊക്കെ എന്താ പറയുക, എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്ന് നമുക്ക് ഈ നാട്ടിലെ ഈ ഒരു വിപത്തിനെ തുരത്താൻ കഴിയട്ടെ. അങ്ങനെ പിന്നെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ എന്താ പറയുക, അവാർഡ് ദാനം അങ്ങനെയുള്ള പരിപാടികൾ, പിന്നെ മുൻപത്തെ ഇതിലൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അവിടെ ഫുഡ് സ്റ്റാളാണ് കേട്ടോ. ദോശ, സാമ്പാർ, ചമ്മന്തി, തൈര് വട, ചായ അതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവളുടെ കൂട്ടുകാരിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷപ്രകടനവും ഓടിച്ചാടി കളിക്കലും ബഹളമൊക്കെ ആയിരുന്നു. ഭയങ്കര വാശിയുമായിരുന്നു അവൾക്ക്. ഇങ്ങനെ മോള് ഫുൾ ടൈം ഇങ്ങനെ എനർജി ആയിട്ട് ഇങ്ങനെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ കുട്ടിയാണെങ്കിൽ ഇവളുടെ കൂടെ കളിച്ച് ക്ഷീണിച്ചു. ഇത് സീനിയർ സിറ്റിസൺസിൻ്റെ തിരുവാതിരക്കളിയാണ്. അവരുടെ എന്താ പറയുക, അവരുടെ തിരുവാതിരയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും ഭയങ്കര നോസ്റ്റും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടമൊക്കെ ഇങ്ങനെ മൈൻഡിലേക്ക് ഇങ്ങനെ ഒന്ന് ഓടിപ്പോയി. കുറേ നാൾക്ക് ശേഷം ഞാനിങ്ങനെ സ്റ്റേജിലൊരു തിരുവാതിരക്കളിയൊക്കെ കാണുന്നത്. ഞാൻ ഇവിടുത്തെ എന്താ പറയുക, ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഓണത്തിനൊന്നും സാധാരണ നമ്മളിവിടുത്തെ റെസിഡൻസ് പരിപാടിക്കൊന്നും ഞാൻ ഉണ്ടാവാറില്ല. എപ്പോഴും നാട്ടിലായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റാറില്ല കേട്ടോ. ഇതാദ്യമായിട്ട് വിമൻസ് ഡേ സെലിബ്രേഷൻ വെച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഇവരുടെ തന്നെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ചിന്നുവിൻ്റെ കൂട്ടുകാരിയുടെ അമ്മൂമ്മയുടെയും തിരുവാതിര ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ട് അവർ കളിച്ചത്. അവരുടെ കോസ്റ്റ്യൂമൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. മേക്കപ്പൊക്കെ ചെയ്ത് രണ്ടുപേരും കൂടി തിരുവാതിരയുടെ കൂടെയുള്ള ഡാൻസാണ് കേട്ടോ. രണ്ടുപേരും ഭയങ്കര ഭാവാഭിനയത്തിൽ ഭയങ്കര എന്താ പറയുക, അത്രയും താളബോധത്തോടു കൂടിയൊക്കെ ആയത് രണ്ടുപേരും കൂടി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ അതുകൊണ്ട് അതെടുത്ത് വീഡിയോ എടുത്ത് വെച്ചത്. അവരുടെ തിരുവാതിരക്കളി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവരുടെ വീഡിയോ ആക്കി. പിന്നെ അതുകഴിഞ്ഞിട്ട് ഈ കുട്ടി നന്നായിട്ട് പാട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാനായിട്ട്. അതുകൂടാതെ വേറൊരു മോളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുറേ ആളുകളൊക്കെ പാട്ടൊക്കെ പാടി. ഒരു കുഞ്ഞു മോൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫ്രീഡം വാക്കിന് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരുവാതിര ടീമിൻ്റെ തന്നെ പാട്ട് തന്നെ വീണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടിരിക്കാനായിട്ട്. അപ്പോൾ ഫ്രീഡം വാക്കിൻ്റെ വീഡിയോസും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.